അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഞങ്ങൾ ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചാണ്. സിനിമ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നും ഇവിടെ നടന്മാരും നിർമ്മാതാക്കളും തമ്മിലൊക്കെ വലിയ അടിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ കഥ എൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരാളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടൊവിനോ ഒരിക്കലും കോസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നടനല്ല, എനിക്ക് നന്നായി അറിയാവുന്നതാണ്, ഞങ്ങളുടെ 2022 സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ കഥ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഹെലികോപ്റ്ററിന്റെ സത്യാവസ്ഥ? പറഞ്ഞു, അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള കോൺഫിഡന്റ് റോയ് അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യമായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പോകണം എന്നുള്ളത്. അത് വെറുതെ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടന്റെ പുറത്ത് ചാർത്തി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഞങ്ങളാരും അതിനെതിരല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഒരാളുടെ സമ്മതപ്രകാരം സംഭവിക്കുമ്പോൾ വെറുതെ ടൊവിനോയെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങളെന്നും നിങ്ങളെ പോലുള്ളവരുടെ കൂടെ തന്നെയാണ്. ടൊവിനോ എന്നും നിർമ്മാതാക്കളുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ഐഡന്റിറ്റിയുടെ നിർമ്മാതാവിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ചേർത്ത് പിടിച്ചാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറയുന്ന പോലെ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തീർന്നു വരും. കാരണം സിനിമ അതിനതീതമാണ്. സിനിമ എന്ന് പറയുന്ന ഈ കലയോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം, പാഷൻ കൊണ്ടാണ് ഞങ്ങളെല്ലാം സിനിമയ്ക്കകത്ത് നിൽക്കുന്നത്. സിനിമ മുന്നോട്ട് പോകണം. പിക്ചർ അഭി ബാക്കി ഹേ.